ഇന്ന് വറുത്തരച്ച നല്ലൊരു നാടൻ ചിക്കൻ കറി ആയാലോ? അപ്പം നമുക്ക് നോക്കാം. നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത്രയും മതി കേട്ടോ. ഇനി മൂത്ത കരിഞ്ഞു പോവും. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം തേങ്ങ ചൂടായി കിടക്കുക, അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിക്കോളും കേട്ടോ. ഇനി അത് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയി കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഇനിയിപ്പം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കണേ. ഇനിയിപ്പം അത് വഴണ്ടി കഴിയുമ്പം നമുക്ക് 1/2 ടീസ്പൂൺ വേണ്ട 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തുള്ളി പോലും വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അതുവരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം എന്താ നന്നായിട്ട് ആ കുരുമുളകും ഒക്കെ പിടിച്ച് വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് കൂടിപ്പോണ്ട കേട്ടോ, കുറച്ച് അരപ്പ് ചേർത്താൽ മതി. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കുറുകിയ വേണ്ടുന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ലൂസായി കിട്ടും. അല്ല നല്ലപോലെ ലൂസായിരിക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണേ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മസാലപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നല്ലോ, നമ്മൾ തേങ്ങയിൽ പെരിഞ്ജീരകം ചേർത്തതാണ്, പിന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഗരം മസാലയുടെയൊക്കെ മണം ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പോ മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ കാണാം. ബായ്.